Hello guys, welcome back to my YouTube channel, Back Alvo. In this kitchen where flavors surprise, chop the garlic, dance with the zest. But Calvo's magic, it's time for the quest. Oh, Cheers. let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Back Alvo. Stirring up love in every pot and pan. But Calvo vibes come join the clan. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി മെക്സിക്കൻ ഹോൾ ഗ്രിൽഡ് ചിക്കൻ പൊളിക്കല്ലേ? പാറ്റിൻ്റെ വേണ്ട ഗൈസ്. നമുക്ക് മെക്സിക്കൻ ഹോൾ ഗ്രിൽ ചിക്കന് വേണ്ടത് ടൊമാറ്റോ, ഒനിയൻ, അതുപോലെ കുറച്ച് ചില്ലീസ്, പിന്നെ വേണ്ടത് കുറച്ച് കൊറിയാന്തർ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവനൊന്ന് വേവിച്ചെടുക്കും, ഒന്ന് മിക്സിയിലിട്ട് അടിക്കും. അതിനുശേഷം നമ്മുടെ കുറച്ച് സ്പൈസസ് ചേർത്ത് മെക്സിക്കൻ ഗ്രിൽ ചിക്കൻ ഓവൻ ചെയ്യും. ഓക്കെ, പാറ്റിൻ്റെ വേണ്ട. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാവരെയും എല്ലാ ദിവസവും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഒനിയൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കുടുകുടാ എന്ന് പറഞ്ഞ വെള്ളം വരുന്നതാണ്. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഉള്ളി എരിയുമ്പോൾ ഉള്ളിയുടെ സെല്ലുകൾ പൊട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എക്സോക്സൈഡ് എന്ന് പേരുള്ള ഒരു രാസവസ്തു രൂപപ്പെടും. അതാണ് നമ്മുടെ കണ്ണിലെളിഞ്ഞ് ചേർന്ന് കണ്ണുനീരായി പുറത്ത് വരുന്നത്. അപ്പോൾ ഇതിന് ഒരു ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പ് ഭാഗം, അത് മുറിക്കാതെ വയ്ക്കുക. അതിന് ശേഷം ബാക്കി എല്ലാ പീസും മുറിച്ചെടുക്കുക. ലാസ്റ്റ് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം വെട്ടിക്കളയുക. അതാണ് ബെസ്റ്റ് വേ. അപ്പോൾ ഗൈസ്, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തുമ്പ് നിലനിർത്തുക, ബാക്കി കട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ടൊമാറ്റോസ്, കുറച്ച് ചില്ലീസ്, പിന്നെ കൊറിയാന്തർ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് നമുക്ക് കുറച്ച് ചില്ലി പൗഡർ, നമുക്ക് വേണ്ടത് ഗാർലിക് ഗ്രന്യൂൾസ്. ഓക്കെ, അത് കുറച്ച് ക്രഷ്ഡ് ചില്ലി, ആവശ്യത്തിന് സോൾട്ട്, ഒലീവ് ഓയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ, അപ്പോൾ ഞാൻ എൻ്റെ തൊലി പറിച്ച് കളയുന്നില്ല, തൊലി ഇത് പിന്നെ വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വരണ്ട് കൊടുത്തിട്ട് നമ്മുടെ മിക്സ് നന്നായിട്ട് പുരട്ടണം, ഓവൻ ചെയ്യണം. അതാണ് പരിപാടി. ഓക്കെ ഓക്കെ, നന്നായിട്ട് പിന്നെ വരണ്ട അങ്ങോട്ട് കൊടുക്കുക. കണ്ടാ, കലക്കും. നമ്മളിങ്ങനെ തൊലി കണ്ട കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് വരും. അതെ, ഇതെന്തോ ഡ്രസ്സ് വരുന്ന പോലെ ഉണ്ടല്ലേ. അടക്കാം. ഗൈസ്, നമുക്കൊരു ഗാർലിക് വേണം. അപ്പം ഞാൻ അവനെ ഇങ്ങനെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു 3 പുഴുങ്ങിയ മുട്ട ഇട്ടിട്ടുണ്ട്, പറയാം. അപ്പോൾ ഗൈസ്, നമുക്ക് പിന്നെ മാരിനേറ്റ് ചെയ്യാം. നമ്മുടെ സോസ് ഇട്ടിട്ട് അങ്ങോട്ട് പൂശുക. പുറം ഭാഗത്ത് നമുക്കിതിലൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ട് പിടിപ്പിക്കാം. പിന്നെ നമ്മുടെ മുട്ടക്കുട്ടൻസ് കൂടി ഉണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വാരിയിട്ട് കൊടുക്കുക. അതാ ഉള്ളിലൊക്കെ പിടിക്കും. അതാ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക്
ഓക്കെ, പിന്നെ ഒരു 4 ഗോൾഡൻ യെല്ലോ ടൊമാറ്റോ ഉണ്ട്, അതും കൂടി നമുക്ക് അങ്ങോട്ട് കയറ്റാം. ഓക്കെ, ഇനി എന്താണ് പരിപാടി? ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ, നൈസായിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടാ. എൻ്റെ വീഡിയോ ഇനി അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്പ്രിംഗ് ഒനിയൻസ് ഇടാം. എനിക്ക് ചിക്കൻ ഇങ്ങനത്തെ കളർ കാണുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരും എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊറോണ കാലത്ത് എല്ലാവരും ബേസിക്കലി വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് വീട്ടിൽ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ബക്കറ്റ് ചിക്കൻ അടിക്കാൻ പോവും. അങ്ങനെ ആദ്യം നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ട, എന്തിന് ടെമ്പറേച്ചർ ഒരു കുന്തും അറിയില്ല, വെറുതെ കൂട്ടിയിടുന്നു കത്തിക്കണു. കുറേ കത്തിപ്പോയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ. എനിക്ക് തോന്നുന്നു കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ചിക്കൻ കത്തി പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ആയി. ഇനി നമുക്ക് കുറച്ചല്ല, ഒരു 2 പീസ് ലെമൺ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് സ്ക്വീസ് ചെയ്ത് പിടയ്ക്കാം. പിന്നെ എന്നിട്ടാ കുറച്ച് ഗാർലിക്. ഓക്കെ, ഗോൾഡൻ യെല്ലോ ടൊമാറ്റോ, അത് കുറച്ച് ചെറി. ഓക്കെ, ചെറിയുടെ വലിപ്പമുള്ളൂ നമ്മുടെ ടൊമാറ്റോയ്ക്ക്. അപ്പോൾ അതുമായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒനിയൻ, റെഡ് ഒനിയൻ റെഡി. പിന്നെ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്. ഓക്കെ, ഇതും കൂടി പോയാൽ പെടയിരിക്കും പെട. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ട സോൾട്ട്, പിന്നെ നമ്മുടെ കുരുമുളക്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ കൂടെ പ്ലേസ് ചെയ്യുക. ഇനി ബട്ടർ എടുക്കണു. നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് ഇരിക്കട്ടെ. അപ്പോൾ അവിടെ സാധനം മെൽറ്റായി വരും. നമുക്ക് കുറച്ച് ഹെർബും കൂടിയും ഇതിൻ്റെ മുകളിൽ നൈസായിട്ട് ഇടാം. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒറിഗാനോ ആണ്. മെക്സിക്കൻസൊക്കെ ഒറിഗാനോ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, പെട്ടല്ലേ? നമ്മളിവനെ ഒരു 1.5 മണിക്കൂർ 200 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് കുക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവക്കാഡോ ഒന്ന് സൈസാക്കാം. ഓക്കെ, സ്ലൈസ് എന്നല്ല, ഞാൻ സൈസ് എന്ന് തന്നെ ഉദ്ദേശിച്ചത്. ഞങ്ങൾ തൃശ്ശൂർ അങ്ങനെയൊക്കെ പറയാ, സൈസാക്കാന്നൊക്കെ പറയും. അതിനിപ്പോൾ എന്താ അല്ലേ? അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് സ്മാഷ്ഡ് അവക്കാഡോ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ ഒരു പടപടയ്ക്കാലോ. ഞാനിതിലേക്ക് കുറച്ച് സാൾട്ട്, ഗാർലിക്. ഓക്കെ, ഗാർലിക് പൗഡർ, കുരുമുളക്. ഓക്കെ, കുറച്ച് കൊറിയാൻഡർ, സ്മാഷ്. ആക്ച്വലി ഇതിപ്പോൾ ഗോക്കാമോലെ വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ. നമ്മുടെ നാട്ടിൽ ചമ്മന്തി കൂട്ടി ചോറിനില്ലേ, അതുപോലെ നമ്മുടെ മെക്സിക്കൻകാരുടെ ഒരു ചമ്മന്തിയാണ് ഗൊക്കാമോല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവരിതെല്ലാത്തിൻ്റെ കൂടെയും പെടക്കണതാ. സ്മാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്കിതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കുക. അല്ല, സെറ്റായി. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ മെക്സിക്കൻസ് എല്ലാ ഫുഡിൻ്റെയും കൂടെ കഴിക്കുന്നതാണ് ഈ സ്ലോ. അപ്പോൾ ഇത് കുറച്ച് സ്ലോ ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇതങ്ങോട്ട് കുറച്ച് ഒഴിക്കുക. അപ്പം ഞാനിത് കുറച്ച് ക്യാരറ്റും
കുറച്ച് ലെറ്റസും അതേപോലെ കുറച്ച് റെഡ് കാബേജും കട്ട് ചെയ്ത് വെച്ചാണ്. വേറെ ഒന്നും വേണ്ട ഇതിൽ. ജസ്റ്റ് ഒരു ഡ്രസ്സിങ്ങിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഡ്രസ്സിങ്ങിൻ്റെ പരിപാടി. ഇവനെ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഗൈസ് ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവനൊന്ന് മറിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നോക്കിയാ പൊള്ളില്ല അവനെ കാണാൻ. അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. നമ്മൾ ആദ്യം അത് കട്ട് ചെയ്യാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ എഗ്ഗൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പീസാക്കി കട്ട് ചെയ്ത് നമ്മൾ പ്ലേറ്റ് ചെയ്യും. ഓക്കെ, മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. Fiery beat, chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Oh, Bravo, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. അപ്പോൾ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമ്മുടെ മായൂസ് ഇവിടെ ഉണ്ട്. നമുക്ക് അവളെ വിളിക്കാം, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റിംഗ് ടൈം. യെസ്, കം ഓൺ. അപ്പം ഇത് നമ്മുടെ ഒരു മെക്സിക്കൻ ബിയറാണ്. കരിസ്റ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മെക്സിക്കൻ സ്റ്റൈൽ ലാഗറാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യൂ. മായ ടെസ്റ്റ് ചെയ്യട്ടെ. ചിക്കൻ മടക്കി അത് സിറാച്ച സോസാ. അവിടെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബട്ടറിന്റെ ടേസ്റ്റും നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ലെഗ് പീസ് തന്നെ എടുക്കാം. ചിക്കൻ ലെഗ് പീസ് ഞാൻ ടേസ്റ്റ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് കുറച്ച് സിറാച്ച സോസ് ഞാൻ ഇതിൻ്റെ മുകളിൽ സ്പൈസിയാണത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഞാനിവനെ സൂപ്പർ. നമ്മുടെ എഗ്ഗാണ് പീസ്. എഗ്ഗ് ഞാൻ ഇതിലത്തെ സോസ് ഉണ്ടല്ലോ ഇതെടുത്തിട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ എഗ്ഗ് അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ്റെ ഒരു പീസ് വെച്ചിട്ട് കുറച്ച് സ്ലോ കുറച്ച് ഗോഖാമോലി എന്നിട്ട് ഇങ്ങനെ സൂപ്പർ കാണാം. ഈ ഒനിയന്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് പൊടിക്കില്ല. ഒനിയൻസ് നന്നായിട്ട് കായതുകൊണ്ട് ആ സിറാച്ച സോസ് അടിപൊളി സാധനം കേട്ടോ. എഗ്ഗില്ലേ, എഗ്ഗ് മാരിനേറ്റഡ് എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് ഈ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും. ഈ റാമൺ ഇല്ലേ, ജാപ്പനീസ് റാമൺ, അതിൽ ഏറ്റവും മുകളിലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊരു ഏകദേശം
ഒരു 6 hours മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് ആ മാരിനേറ്റ് ചെയ്തതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, അതുണ്ടാവും ആ ടേസ്റ്റ്. അതേപോലെ ഇതുപോലെ ടേസ്റ്റ് ഉണ്ട് ഈ എഗ്ഗ്. ഇതിന്റെ കൂടെ ഇട്ടുകൊണ്ട് മൊത്തം ഫ്ലേവർ അതിലേക്ക് പൊട്ടറ്റോ കറക്റ്റ് വെന്തു. പൊട്ടറ്റോ കറക്റ്റ്. ചിയേഴ്സ്. ബക്കാൽവോ. കൊറോണയുടെ പോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന ബീറുണ്ട്, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അതൊരു മെക്സിക്കൻ ബീറാണ് ആക്ച്വലി. ഇത് ഏകദേശം സിമിലർ ടേസ്റ്റ്. അതിൻ്റെ കുപ്പിയും സെയിം ആണ് ഓൾമോസ്റ്റ്. ജസ്റ്റ് പേരിൽ മാത്രമേ ഡിഫറൻസ് പറയാനുള്ളൂ. ഗാർലിക് കഴിച്ചോക്കി? ഗാർലിക് അങ്ങനെ കടിക്കണ ഓ നല്ല രസമുണ്ടല്ലോ. അടിപൊളിയായിട്ടാ. നോക്കി കഴിച്ചോക്കി. അത് അലിഞ്ഞു പോകും വായിൽ വെച്ച് കഴിഞ്ഞാൽ. പിടിക്കുമ്പോ തന്നെ അല്ലേ മെൽറ്റ് ആയി പോയി. ഭയങ്കര സോഫ്റ്റ്. ഓ അത് സൂപ്പർ, സൂപ്പർ ആയിട്ട് പോയി. എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഗായ്സ്, ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായി ബക്കാൽവോ ടീം വീണ്ടും വരും. ടീം ബക്കാൽവോ. ആ